Good morning, students. Welcome to today's class. Today we are discussing about the fourth module, that is IIR filters. Okay, so we have already discussed about FIR filter. Now it is IIR filters, that is infinite impulse response filter. Okay, so first topic is design of IIR digital filter from analog filter. നമ്മൾ already പറഞ്ഞിരുന്നു FIR filter ഒരു ഡിജിറ്റൽ ഫിൽറ്ററിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം അതിനെ അനലോഗ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് അനലോഗ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു അല്ലേ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. IIR ഫിൽറ്ററിലും ആദ്യം ഡിജിറ്റൽ ഫിൽറ്റർ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ഫ്രം അനലോഗ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, so IIR filters are recursive filters, that is the present output sample depends upon the present input, past input and past output sample, whereas FIR filters are non-recursive type. They, that is the present output samples depends on the present input and past input. Okay, FIR filter IIR filter നെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. FIR filter എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഇൻപുട്ടിനെ അതുപോലെ തന്നെ പാസ്റ്റ് ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളായിരുന്നു. ഇനി IIR ഫിൽട്ടർ അത് റിക്കേഴ്സീവ് ടൈപ്പ് ആണ്. അത് അങ്ങനെ റിക്കേഴ്സീവ് ടൈപ്പ് പറയാൻ കാരണം അത് ഇൻപുട്ട് പ്രസന്റ് ഇൻപുട്ടിനെയും, അതായത് പ്രസന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് നമ്മൾ കറന്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസന്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഇൻപുട്ടിനെയും അതുപോലെ തന്നെ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ IIR എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഓക്കെ, IIR ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന് ഈ ഒരു രീതിയിൽ പറയാം. എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 0 to n ബി കെ സെഡ് റേസ് ടു മൈനസ് കെ ബൈ 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n എ കെ സെഡ് മൈനസ് കെ. ഈ ഒരു രീതിയിലാണ് എച്ച് ഓഫ് സെഡിന്റെ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം മുകളിൽ ബിന്റെ ടേം വരിക ബി കെ സെഡ് മൈനസ് കെ, സോ കെ ഫ്രം 0 to n. ഡിനോമിനേറ്ററിൽ വരുന്ന 1 പ്ലസ് ആണ്, അതായത് കെ ഈക്വൽ ടു 0ന്റെ ടേമിന് നമ്മൾ 1 പ്ലസ് പിന്നെ കെ ഈക്വൽ ടു 1 to n എ കെ സെഡ് മൈനസ് കെ. ഇങ്ങനെയാണ് ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്. ഹിയർ എ കെ ആൻഡ് ബി കെ ആർ ദ ഫിൽട്ടർ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇനി ഫോർ എ ഗിവൺ സ്പെസിഫിക്കേഷൻ എ ഡിജിറ്റൽ IIR ഫിൽട്ടർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ 3 steps. നമുക്ക് തന്ന സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റൽ IIR ഫിൽട്ടേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് കണ്ടെയ്ൻ 3 steps. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാപ്പ് ദ ഡിസൈർഡ് ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻ ഇൻ ടു ദോസ് ഓഫ് ആൻ അനലോഗ് ഫിൽട്ടർ. ഓക്കെ, നമ്മൾ FIR ഫിൽറ്ററിൽ പറഞ്ഞ പോലെ തന്നെയാണ് IIRൽ എന്താ, നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഡിസൈൻ ചെയ്യാനുള്ള സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ കറസ്പോണ്ടിങ് അനലോഗ് ഫിൽറ്ററിലോട്ട് മാപ്പ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് അനലോഗ് ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻ കിട്ടി, കാരണം ഡിജിറ്റലിന്റെ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ നമ്മൾ മാപ്പ് ചെയ്തു ടു അനലോഗ് ഫിൽറ്റർ. സോ ഡിറൈവ് ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ അനലോഗ് പ്രോട്ടോടൈപ്പ്. ഇനിയിപ്പോൾ അനലോഗിന്റെ നമുക്ക് പാരാമീറ്റേഴ്സ് അതിൽ സ്പെസിഫിക്കേഷൻ കിട്ടിയത് അനുസരിച്ച് നമ്മൾ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ third step is transform the analog transfer function of the analog prototype into an equivalent digital filter, either impulse variant or bilinear transformation method. ഇനി നമുക്കിപ്പോൾ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി മാറ്റണം. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി മാറ്റുന്ന പ്രൊസീജിയർ ആണ് ഇമ്പൾസ് ഇൻവാരിയന്റ് മെത്തേഡും ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി കൺവേർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 3 steps ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് IIR ഫിൽറ്റർ. IIR ഫിൽറ്ററിന്റെ അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കാം. ഓക്കെ, അനലോഗ് ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഡിജിറ്റൽ ഫ്രീക്വൻസി റെസ്പോൺസ്. ദിസ് ഇസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് അനലോഗ് ഫിൽറ്റർ ആൻഡ് ദിസ് ഇസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുമ്പോൾ ഒമേഗ അതുപോലെ തന്നെ എച്ച് ഓഫ് ജെ ഒമേഗ എന്നാണ് നമ്മൾ വൈ ആക്സിൽ എടുക്കുന്ന ഒമേഗ എക്സ്, അതായത് ഫ്രീക്വൻസി എക്സ് ആക്സിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് എച്ച് ഓഫ് ജെ ഒമേഗ വൈ ആക്സിലും എടുക്കുന്നത്. സിൻസ് ഇറ്റ് ഈസ് അനലോഗ് ആയതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഒമേഗയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അനലോഗിൽ. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റലില് നമുക്ക് ഈ ഒരു ടൈപ്പ് ഒമേഗയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് എച്ച് ഓഫ് ഇ റേസ് ജെ ഒമേഗ, ദാറ്റ് ഇസ് എച്ച് ഓഫ് സെഡ്. ഇൻ കേസ് ഓഫ് ഡിജിറ്റലിലാണ് എച്ച് ഓഫ് സെഡ് എന്ന് വരുന്നത്, ദാറ്റ് ഇസ് എച്ച് ഓഫ് ഇ റേസ് ജെ ഒമേഗ. അനലോഗില് എച്ച് ജെ ഒമേഗ എന്നാണ് വരിക, എച്ച് ജെ ഒമേഗ. ഓക്കെ, ഇവിടെ എച്ച് ഇ റേസ് ജെ ഒമേഗ, ഇവിടെ എച്ച് ജെ ഒമേഗ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഒമേഗ. ഇനി നമുക്ക് ജസ്റ്റ് അനലോഗ് ഫിൽറ്റർ ഒന്ന് പറയാം. അനലോഗ് ഫിൽറ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫിൽറ്ററിൽ പറഞ്ഞിരുന്നു, അതിന്റെ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫിൽറ്റർ മാക്സിമം ഫിൽറ്റർ വാല്യൂ എപ്പോഴും എന്താ, അപ്പൊ നമ്മൾ അവിടെ FIRൽ 3 ഫിൽറ്റേഴ്സ് ഒക്കെ പറഞ്ഞു, റെക്ടാങ്കുലർ, വിൻഡോ മെത്തേഡ്, അങ്ങനെ ഒക്കെ പറയുമ്പോൾ മാക്സിമം അതിന്റെ വാല്യൂ വരുന്നത് എപ്പോഴും 1 ആണ്. 1ന്റെ മുകളിൽ മാഗ്നിറ്റ്യൂഡ് വരുന്നില്ല. സോ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇസ് 1.
ഓക്കെ. സോ മാക്സിമം പോയിന്റുള്ള വാല്യൂ 1 ആണ്. ഇത് ലോ പാസ് ഫിൽറ്ററിന്റെ ആണ് ഈ ഒരു അനലോഗ് ഫിൽറ്ററും ഡിജിറ്റൽ ഫിൽറ്ററും എന്നാൽ ലോ പാസ് ഫിൽറ്ററിൻ്റെ ആണ്. ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോ ഫ്രീക്വൻസീസിന് ഇത് പാസ് ചെയ്യും അല്ലേ, ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസീസിന്റെ ബിലോ ഉള്ള ഫ്രീക്വൻസീസിനെ ഇത് പാസ് ചെയ്യും, ദാറ്റ് ഇസ് ലോ പാസ് ഫിൽറ്റർ. അതേഴ്സ് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ലോ പാസ് ഫിൽറ്ററിന്റെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇതിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി ലോ പാസ് ഫിൽറ്ററിന്റെ ഈ ഒരു ബാൻഡ്, അതായത് ഈ ഒരു ബാൻഡാണ് പാസ് ബാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗമാണ് സ്റ്റോപ്പ് ബാൻഡ്. അപ്പോൾ ഇത് 3 ബാൻഡ് ഉണ്ടാവും. ഒന്ന് ഈ ഫ്രീക്വൻസി പാസ് ചെയ്യുന്ന ബാൻഡ് പാസ് ബാൻഡ്, ഒന്ന് നമുക്ക് ഫ്രീക്വൻസി സ്റ്റോപ്പ് ചെയ്യുന്ന ബാൻഡ് സ്റ്റോപ്പ് ബാൻഡ് ഉണ്ടാവും. ഈ ഫ്രീക്വൻസി പാസ് ബാൻഡിന്റെയും സ്റ്റോപ്പ് ബാൻഡിന്റെയും ഒരു ട്രാൻസിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാൻഡാണ് ട്രാൻസിഷൻ ബാൻഡ്. ഓക്കെ. സോ പാസ് ബാൻഡ് പറയുമ്പോൾ ഫ്രീക്വൻസി വിച്ച് പാസ് ദ ഫ്രീക്വൻസി. സ്റ്റോപ്പ് ബാൻഡ് പറയുമ്പോൾ ഇസ് ദ ഫ്രീക്വൻസി ദാറ്റ് ബ്ലോക്ക് ദ ഫ്രീക്വൻസി. അതായത് ലോ പാസ് ഫിൽറ്ററിന്റെ ബ്ലോക്ക് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് സ്റ്റോപ്പ് ബാൻഡ്. ഈ ട്രാൻസിഷൻ ബാൻഡ് പറയുമ്പോൾ ബിറ്റ്വീൻ പാസ് ബാൻഡ്, അതായത് ഒരു പാസ് ബാൻഡിന് സ്റ്റോപ്പ് ബാൻഡിലോട്ടുള്ള ട്രാൻസിഷൻ ആണ് ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറയാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു 3 dB പോയിന്റ് ആണ്. ദാറ്റ് ഇസ് ബാൻഡ് വിഡ്ത്ത് നോക്കുന്നത് 3 dB പോയിന്റ്. സോ ദിസ് ഇസ് 1/√2 ആണ് 3 dB പോയിന്റ്. ഇവിടെ 1/√2 ഓർ 0.707 അതാണ് ഇവിടെ 3 dB പോയിന്റ്. ഇനി നമ്മൾ ട്രാൻസിഷൻ ബാൻഡ് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ മാക്സിമം ഇവിടുന്ന് ഈ ഒരു ഇതിനെ പറഞ്ഞാണ് 1/√1 + σ². ഇവിടെ ഇതിന്റെ അപ്പ്, അതായത് ഈ പാസ് ബാൻഡിന്റെ ലോവർ പൊസിഷനെ പറഞ്ഞ പേരാണ് വാല്യൂ കാണിക്കുന്നതാണ് 1/√1 + σ². ഇത് സ്റ്റോപ്പ് ബാൻഡ് അപ്പർ പോർഷൻ കാണിക്കുന്ന വാല്യൂ ആണ് 1/1 + λ². ഓക്കെ. ഇനി ട്രാൻസിഷൻ കാണിക്കുന്നത് ഇത് കട്ട് ഓഫ് ഫ്രീക്വൻസിയിലാണ് നമുക്ക് എന്ത് വരുന്നത് 3 dB വരുന്നത്. സോ 3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി, ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ ബിലോ ആണ് പാസ് ബാൻഡ്. ഓക്കെ. ഇനി നമുക്ക് ഈ പാസ് ബാൻഡിന്റെ ഇത്രയാണ് നമ്മുടെ ബാൻഡ് ഉള്ളത്, ബാക്കി ട്രാൻസിഷൻ ആണല്ലേ. സോ ഈ പാസ് ബാൻഡ് ഈ കറക്റ്റ് ഇവിടെ വരുന്ന ഈ ലൈൻ വെച്ചിട്ട് പാസ് ബാൻഡ് ജോയിൻ ചെയ്യുന്ന ഇവിടെയാണ് പാസ് ബാൻഡ് ഫ്രീക്വൻസി ω_p. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെംസ് ആണ് 1/√1 + λ² ഈ സ്റ്റോപ്പ് ബാൻഡിന്റെ. അപ്പോൾ അത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഇതാണ് ω_s, ദാറ്റ് ഈസ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. ω_p പാസ് ബാൻഡ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ 3 dB വരുന്ന അവിടെയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ. കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ബിലോ പാസ് ബാൻഡ്, കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ മുകളിൽ സ്റ്റോപ്പ് ബാൻഡ്. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസിഷൻ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഈ ട്രാൻസിഷൻ ഈ ω_s ഇപ്പുറത്തുള്ള മൊത്തം സ്റ്റോപ്പ് ബാൻഡ് ആണ്. സിമിലർ കേസാണ് ഇവിടെ വരുന്നത് ഡിജിറ്റൽ ഫിൽറ്ററിലും വരുന്നത്. സോ ഈ ഈ ഒരു ഒമേഗക്ക് പകരം ഈ ഒമേഗ ആക്കിയേ ഉള്ളൂ. ദാറ്റ് ഈസ് 3 dB 1/√2 എന്ന് പറയുമ്പോൾ ω_c ആണ് വരുന്നത്. ദിസ് ഇസ് ഈ ഒരു, അതായത് ഈ ഒരു പാസ് ബാൻഡ് പോർഷൻ 1/√1 + ω∈² വരും. ഇവിടെ ഈ ഒരു ലെംസിന്റെ ഇവിടെ മാക്സിമം 1/√1 + λ² വരും. ഇവിടെയാണ് നമ്മുടെ പാസ് ബാൻഡ് വരുന്നത്. ഓക്കെ. ഇവിടെ മുതൽ ഇത്രയാണ് നമ്മുടെ ട്രാൻസിഷൻ ബാൻഡ് വരുന്നത്. ഈ ω_s അപ്പുറത്താണ് നമ്മുടെ സ്റ്റോപ്പ് ബാൻഡ് വരുന്നത്. ഓക്കെ. സെയിം ആസ് ദാറ്റ് ഓഫ് അനലോഗ്. ഈ ഒരു പാരാമീറ്ററിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, ഫ്രീക്വൻസിയിൽ മാത്രമേ ഉള്ളൂ ചേഞ്ച്. ഓക്കെ. ഓക്കെ. ഇതാണ് അനലോഗ് ഫിൽറ്റർ. ഞാൻ ആൾട്ടർനേറ്റ് സ്പെസിഫിക്കേഷൻ മാഗ്നറ്റിക് റെസ്പോൺസ് വേറെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് അനലോഗും ഡിജിറ്റൽ പറഞ്ഞു. ഇനി ഇതിലത്തെ ഓരോന്നും വേരിയബിൾസ് ω_p പറയുമ്പോൾ പാസ് ബാൻഡ് ഇൻ റേഡിയൻസ്, ω_s പറയുമ്പോൾ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി റേഡിയൻസ്, ω_c പറയുമ്പോൾ 3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി റേഡിയൻ. ω_c പറയുമ്പോൾ ഇവിടെ വരുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിയിലാണ്, 3 dB നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എടുക്കുന്നത്. ദാറ്റ് ഈസ് 1/√2 ഓർ 3 dB. ദെൻ ഈ എപ്സിലോൺ വരുന്നത് പാരാമീറ്റർ സ്പെസിഫൈ അലോബിൾ പാസ് ബാൻഡ്. ഓക്കെ. അതായത് പാസ് ബാൻഡിൽ വരുന്ന അലോബിൾ ആയിട്ടുള്ള ഈ ഒരു വാല്യൂ ആണ്, പാസ് ബാൻഡിൽ വരുന്ന ഈ വാല്യൂ ആണ് സിഗ്മ വരുന്നത്. ഇത് സ്റ്റോപ്പ് ബാൻഡിൽ വരുന്ന മാക്സിമം വാല്യൂ ആണ്. ഓക്കെ. ലാംഡ എന്ന് പറയുമ്പോൾ പാരാമീറ്റർ സ്പെസിഫൈങ് അലോബിൾ സ്റ്റോപ്പ് ബാൻഡ്. ഓക്കെ.
So figure 5.4b can be modified to apply to analog low pass filter as shown in figure 5.4a. Here the digital frequencies omega p, omega s, omega c are replaced by the analog frequencies omega 1, omega s, omega c whose unit are in radians per second. അതായത് ഈ ഒരു ഡിജിറ്റൽ ഫിൽറ്ററിന് നമുക്ക് അനലോഗ് ഫിൽറ്റർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ചേഞ്ച് ചെയ്താൽ മതി. ഈ ഒരു ഒമേഗ വാല്യൂസിന് പകരം ഈ ഒരു ഒമേഗ വാല്യൂസ് വെച്ച് റീപ്ലേസ് ചെയ്താൽ ഡിജിറ്റൽ ഫിൽറ്റർ അനലോഗ് ഫിൽറ്ററും ഈക്വൽ ആണ്. ഓക്കെ. നെക്സ്റ്റ് ഈ ഒമേഗ അതായത് ഈ എപ്സലോണും ലാംഡയും കാണാനുള്ള ഇക്വേഷൻ. എപ്സലോൺ എന്ന് പറയുമ്പോൾ പാസ് ബാൻഡിന്റെ അലോവബിൾ പാരാമീറ്റേഴ്സ്, പാസ് ബാൻഡ് എത്ര അലോ ചെയ്യുന്നു എന്നുള്ള പാരാമീറ്റർ ആണിത് എപ്സലോണ്. ലാംഡ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ബാൻഡിന്റെ അലോവബിൾ വാല്യൂ ആണ്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് ഡെൽ പി ബൈ 1 മൈനസ് ഡെൽ പി. ലാംഡ ആണ് റൂട്ട് ഓഫ് 1 പ്ലസ് ഡെൽ പി ഹോൾ സ്ക്വയർ മൈനസ് ഡെൽ എസ് സ്ക്വയർ ബൈ ഡെൽ എസ്. ഈ ഡെല്ലും ഡെൽ പി ഒക്കെ എന്താ വെച്ചാൽ അതിന്റെ പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും ആണ്. ഇവിടെ ഈ ആൾട്ടർനേറ്റീവ് കേസിലുള്ളതാണ് പറയുന്നത്. ഓക്കെ, പാസ് ബാൻഡ് സ്റ്റോപ്പ് ബാൻഡ്. അതായത് നമ്മൾ ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് ഡെൽ പി എന്നുള്ള രീതിയിൽ. ഓക്കെ. Then next, using analog filter specification, transfer function of analog low pass filter design, and it is transformed to a digital filter using suitable transformation method. Okay, analog filter specification use ചെയ്തിട്ട് നമുക്ക് അനലോഗ് ലോ പാസ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ഈ ഡിസൈൻ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാം, ഡിജിറ്റൽ ആക്കി ട്രാൻസ്ഫോം ചെയ്യും ബൈ യൂസിങ് സം ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്, ഇൻവാരിയന്റ് മെത്തേഡ്, ബൈലീനിയർ മെത്തേഡ് ഒക്കെ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. Among the transformation method available, the bilinear transformation is usually the method of choice for the designers of filters like low pass, high pass, band pass and band reject filter. അപ്പോൾ ഫ്രീക്വൻസിന്റെ ബേസിൽ നമ്മൾ ഫിൽറ്റേഴ്സിനെ ലോ പാസ്, ഹൈ പാസ് അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഈ ഡിസൈനേഴ്സും യൂസ് ചെയ്യുന്നത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് അനലോഗിനെ ഡിജിറ്റൽ ഫിൽറ്റർ ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതൊക്കെ ഇത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. ഡിജിറ്റൽ വേഴ്സസ് അനലോഗ് ഫിൽറ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അതുപോലെ തന്നെ വരേണ്ടുള്ള അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്. ഞാൻ അനലോഗ് ലോ പാസ് ഫിൽറ്ററിനെ കുറിച്ച് പറയാം. ഓക്കെ, വാട്ട് ഇസ് അനലോഗ് ലോ പാസ് ഫിൽറ്റർ? അനലോഗ് ലോ പാസ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐ ഈക്വൽ ടു 0 ടു എ എസ് ഐ, മറ്റേ 1 പ്ലസ് ഐ ഈക്വൽ ടു 1 ബി ഐ എസ് ഐ. ആ ഒരു ഫസ്റ്റ് പറഞ്ഞ സെയിം ആണ്. ഓക്കെ. നെക്സ്റ്റ് അനലോഗ് ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഫിൽറ്റേഴ്സ് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ബട്ടർവർത്ത് ഫിൽറ്റർ, ചെബിഷേവ് ഫിൽറ്റർ ഒക്കെ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബട്ടർവർത്ത് ഫിൽറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, സോ അനലോഗ് ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്ററിനെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, ആ ബട്ടർവർത്ത് ഫിൽറ്റർ, ചെബിഷേവ് ഫിൽറ്റർ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുന്ന ബട്ടർവർത്ത് ഫിൽറ്റർ ആണ്. സോ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷൻ കാണാൻ ഇക്വേഷൻ ആണ് മോഡ് എച്ച് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ഒമേഗ ബൈ ഒമേഗ സി 2n റേസ് ടു 1 ബൈ 2. ഓക്കെ, അതായത് റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ സി 2n അതാണ് വരുന്നത് എച്ച് ഓഫ് ജെ ഒമേഗന്റെ ബട്ടർവർത്തിന്റെ ലോ പാസ് ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ, മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷൻ ഓഫ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റർ ആണ് ഇത്. എന്നിന്റെ വാല്യൂ 1, 2, 3 എക്സെട്ര. ഇവിടെ ലോ പാസ് ബട്ടർവർത്ത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണിത്. ഓക്കെ, ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ്. അതായത് എക്സ് ആക്സിൽ നമ്മൾ ഒമേഗയും വൈ ആക്സിസിൽ മോഡ് എച്ച് ഓഫ് ജെ ഒമേഗ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ് നമ്മൾ പറയുന്നത്. ലോ പാസ് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് നോർമൽ പറയുകയാണെങ്കിൽ ഇത് ലോ പാസ് ഫിൽറ്റർ, ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ്. ഒമേഗ എക്സ് ആക്സിലോട്ടും വൈ ആക്സിലോട്ടും എന്താ എടുത്തിരിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എച്ച് ഓഫ് ജെ ഒമേഗയാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഒമേഗ നമ്മൾ ഏതിലാണ് പഠിച്ചിരുന്നത്? അനലോഗിലാണല്ലേ ഈ ഒമേഗ പഠിച്ചത്. അപ്പൊ ഇവിടെ അനലോഗ് ഫിൽറ്റർ ആണ്. അനലോഗ് ഫിൽറ്ററിന്റെ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ദിസ് ഇസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി. ഈ ഒരു ഡോട്ടഡ് ലൈനും എന്നാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി. ഒമേഗ സിന്റെ വാല്യൂ എന്താ? 1. എച്ച് ഓഫ് ജെ ഒമേഗ മാക്സിമം വാല്യൂ 1 ആണ്. സോ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ഒമേഗ സിന്റെ വാല്യൂ 1 ആണ്. അതിന്റെ 3 dB വാല്യൂ ആണ് 0.707 ഓർ 1 ബൈ √2 ഓർ 3 dB. ഇതിന്റെ 3 dB വാല്യൂ ആണ് 0.707. ഓക്കെ, ഇനി ഇവിടെ ബാൻഡ് വിഡ്ത്ത് വാല്യൂ അല്ലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് 0.707. ഇനി ഇവിടെ നോക്ക്, ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ താഴെ, അതായത് ബിലോ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോ പാസ് ഫിൽറ്റർ ആയതുകൊണ്ട് ബിലോ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഹൈ ആണ്. അതായത് അപ്രോക്സിമേറ്റിംഗ് 1ലാണ് മാക്സിമം എടുക്കുന്നത്. ബട്ട്
above the cutoff frequency മുകളിൽ എന്തായാലും മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അബ്രപ്റ്റ് ആയിട്ട് പെട്ടെന്നുള്ള ചേഞ്ചസ് ആ വരുന്നത്. ഓരോ ഇത് ഡിഫറെന്റ് ഓർഡർ ആണ്. n equal to 1, n equal to 2 പറയുമ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. സോ നമ്പർ ഓഫ് സാമ്പിൾസിന്റെ ഡിഫറെന്റ് ഓർഡേഴ്സ് ആണത്. സാമ്പിൾ അല്ല, ഓർഡറുകൾ. ഓക്കെ, നമ്മുടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ഫിൽറ്ററിന്റെ ഓർഡർ ആണ്. ഇപ്പൊ ഫിൽറ്ററിന്റെ ഓർഡർ 10 ഓർഡർ ഒക്കെ ആണെങ്കിൽ കണ്ടോ, ഇവിടുന്ന് പെട്ടെന്ന് അബ്രപ്റ്റ് ചേഞ്ച് വന്നിട്ട് സീറോയിലോട്ട് പോവുക ചെയ്യുന്നത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം ഈ എന്നിന്റെ വാല്യൂ, ഓർഡറിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതായത് ഐഡിയൽ റെസ്പോൺസിലോട്ടാണ് പോകുന്നത്. സോ ഐഡിയൽ റെസ്പോൺസ് പറയുമ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ്, അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ കറക്റ്റ് പാസ് ചെയ്യാം, മറ്റടുത്ത് പാസ് ചെയ്യുന്നില്ല, അങ്ങനെ റെസ്പോൺസ് ആണ്. പക്ഷേ ഈ ഒരു n ഈക്വൽ, അതായത് ഓർഡറിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഐഡിയൽ റെസ്പോൺസിലോട്ട് ഇത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒമേഗാസിന്റെ കുറവിൽ മാഗ്നിറ്റ്യൂഡ് ഹയറും, ഗ്രേറ്റർ ദാൻ ഒമേഗാസിയിൽ മാഗ്നിറ്റ്യൂഡ് ലോവറുമാണ്. ദിസ് ഇസ് ദ frequency response or magnitude response of analog low pass Butterworth filter. Okay, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റർ ഉള്ള നമ്മൾ ബട്ടർവർത്ത് ഫിൽറ്റർ ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണ് കേട്ടോ. n ഇസ് ദ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ. ഒരു ഫിൽറ്ററിന്റെ ഓർഡർ, ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഓർഡർ നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അതിന്റെ പവർ വെച്ചിട്ടാണ് പറയുന്നത്. n പറഞ്ഞാൽ ഓർഡർ ആണ്, ഒമേഗ സി ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ദ ഫംഗ്ഷൻ ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് വേർ ദ മാക്സിമം റെസ്പോൺസ് ഈസ് യൂണിറ്റി അറ്റ് ഒമേഗ ഈക്വൽ ടു 0. ഒമേഗ ഈക്വൽ ടു 0 ഫംഗ്ഷൻ പെട്ടെന്നാണ് ഇത് ഡിക്രീസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദ ഐഡിയൽ റെസ്പോൺസ് ഇസ് ഗിവൺ ബൈ ദ ഡാഷ് ലൈൻ. ഈ ഡാഷ് ലൈൻ ആണ് ഐഡിയൽ റെസ്പോൺസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ റെസ്പോൺസ് അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ മാക്സിമം പാസ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഐഡിയൽ റെസ്പോൺസ്. It has been seen that the magnitude response approaches the ideal low pass characteristics as the order n increases. It can be seen that the magnitude response approaches the ideal low pass filter. Okay, ideal low pass n increase ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ n ഇൻക്രീസ് ചെയ്യുമ്പോൾ പെന്നിന്റെ വാല്യൂ, ഇതാണ് മാക്സിമം വാല്യൂ, ഇത് മാക്സിമം വാല്യൂ എന്ന് ആ ഒരു വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അതായത് ഹൈ പെട്ടെന്ന് ലോ, അതായത് ഇത്രയും പാസ് ചെയ്ത് പിന്നെ പാസ് ചെയ്യുന്നത്. അപ്പൊ n ഇൻക്രീസ് ചെയ്യും തോറും ഇതിന്റെ ഐഡിയൽ റെസ്പോൺസിലോട്ട് ഇത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് ദ ഐഡിയൽ റെസ്പോൺസ്. അപ്പൊ ഐഡിയൽ റെസ്പോൺസിലോട്ട് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്, ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ അതിന്റെ ഒമേഗ സി ലെസ് ദാൻ ഫ്രീക്വൻസി ലെസ് ദാൻ ഒമേഗ സി ആണ് ഇത്. അപ്പം എന്നിന്റെ, അതായത് ഓർഡർ ഇൻക്രീസ് ചെയ്യും തോറും എന്താ ചെയ്യുന്നത്, ഐഡിയൽ റെസ്പോൺസിലോട്ട് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫോർ വാല്യൂസ് ഒമേഗ ലെസ് ദാൻ ഒമേഗ സി, ദാറ്റ് ഈസ് എച്ച് ഓഫ് ജെ ഒമേഗ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അതായത് ഒമേഗന്റെ വാല്യൂ ലെസ് ദാൻ ഒമേഗ സി ആണെങ്കിൽ ഇവർ എച്ച് ഓഫ് ജെ ഒമേഗന്റെ വാല്യൂ ഒക്കെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പോകുന്നത്. ആൻഡ് ഇഫ് values for omega greater than omega c, values h of j omega decreases rapidly. Okay, at omega equal to omega c, the curves pass through 0.707 which correspond to -3 dB point. -3 dB പോയിന്റിലാണ് കട്ട് ഓഫ് ഫ്രീക്വൻസിയിലാണ് വരുന്നത്. പിന്നെ ഒമേഗ എന്നുള്ള വാല്യൂ, അതായത് ഫ്രീക്വൻസി വാല്യൂ ഗ്രേറ്റർ ദാൻ ഒമേഗ സി ആണെങ്കിൽ ഇത് പെട്ടെന്ന് അബ്രപ്റ്റ് ഡിക്രീസ് ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ n കൂടുതലാവുമ്പോൾ എന്നിന്റെ വാല്യൂ കൂടുന്തോറും ഇത് ഐഡിയൽ റെസ്പോൺസിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എച്ച് എഫ് ജെ ഒമേഗ ഓൾ സ്ക്വയർ നമുക്ക് എന്ത് കാണാം, മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഫംഗ്ഷൻ ഓഫ് നോർമലൈസ്ഡ് ബട്ടർവർത്ത് ഫിൽറ്റർ. നോർമലൈസ്ഡ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ കാണാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷൻ കാണാം. സോ നമുക്കറിയാം എച്ച് എഫ് ജെ ഒമേഗ ഇവിടെ പറഞ്ഞിരുന്നു, എച്ച് എഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് ഒമേഗ ബൈ ഒമേഗ സി ഓൾ റേസ് ടു n ഓൾ റേസ് ടു 1/2. ഓക്കെ, ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് എഫ് ജെ ഒമേഗ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ഒരു രീതിയിൽ എഴുതാം. സോ ഓക്കെ, എച്ച് എഫ് ജെ ഒമേഗ ഓൾ സ്ക്വയർ നോക്കും, ഇതിന് എച്ച് എഫ് ജെ ഒമേഗ എഴുതുന്നത്, എച്ച് എഫ് ജെ ഒമേഗ ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യണം. സോ 1/, ഇത് റൂട്ടാണ്, 1/2 പറഞ്ഞാൽ റൂട്ട് ഓഫ് ആണ്, അപ്പൊ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. പിന്നെ ഇവിടെ ഒമേഗ സി ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഈക്വൽ ടു 1 ആണ് എടുത്തത്. സോ 1 പ്ലസ് ഒമേഗ റേസ് ടു 2n. സോ വി ഗെറ്റ് 1/1 പ്ലസ് ഒമേഗ റേസ് ടു 2n. 1/1 പ്ലസ് ഒമേഗ റേസ് ടു 2n n ഈക്വൽ ടു 1, 2, 3. ഇതാണ് നമ്മൾ ആ പ്രീവിയസ് ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്, സ്റ്റേബിൾ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനും വേണ്ടി നമുക്ക് ബട്ടർവർത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ, ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ വേണ്ടി ഒമേഗ ഇസ് ഈക്വൽ ടു s/j എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എച്ച് ഓഫ് ജെ ഒമേഗ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ജെ ഒമേഗന്റെ സ്ക്വയർ എടുത്താൽ ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ, ജെ സ്ക്വയർ ആകുമ്പോൾ
-1 ഒമേഗ സ്ക്വയർ ആകുമ്പോൾ ഒമേഗ സ്ക്വയർ. പക്ഷെ അത് മോഡുലസ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു -1 എന്നുള്ളത് പോസിറ്റീവ് ആവും. സോ എച്ച് ഓഫ് ഒമേഗ സ്ക്വയർ. സോ മോഡുലസ് എച്ച് ഓഫ് ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. ജെ സ്ക്വയറിന് -1 ആണ്, ഇത് മോഡുലസ് ആയതുകൊണ്ട് +1 ആവും. ആൻഡ് ഒമേഗ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓക്കെ, മോഡ് ഒഴിവാക്കാം, കാരണം നെഗറ്റീവ് ഉള്ളത് നമ്മൾ എന്താക്കി പോസിറ്റീവ് ആക്കി മോഡ് യൂസ് ചെയ്തിട്ട്. ഈ ഒമേഗ സ്ക്വയറിൽ ഒമേഗ ഇസ് ഈക്വൽ ടു ജെ ബൈ എസ് ബൈ ജെ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഒമേഗ സ്ക്വയറിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എസ് ബൈ ജെ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എസ് ബൈ ജെന്റെ സ്ക്വയർ കിട്ടും. സോ എസ് സ്ക്വയർ 1 ബൈ ജെന്റെ സ്ക്വയർ, 1 ബൈ ജെന്റെ സ്ക്വയർ ആകുമ്പോൾ -1. സോ 1 ബൈ -1 ഇസ് -1. സോ -1 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് കിട്ടും ഈ എച്ച് ഓഫ് ഒമേഗ സ്ക്വയറിനെ. ഇത് ഇസ് ഈക്വൽ ടു, ഈ എസ് സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് മൈനസ് എസ് സ്ക്വയറിനെ എച്ച് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് മൈനസ് എസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, എച്ച് ഓഫ് മൈനസ് എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു എച്ച് ഓഫ് എസ് ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടെ ഒരു എച്ച് ഓഫ് മൈനസ് എസ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴാണ് മൈനസ് എസ് സ്ക്വയറിന് വരാം. ഓക്കെ, ഇനി ഈ ഒരു ടേമില് നമുക്ക് ഈ ഒരു ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഇതിന് പകരം നമുക്ക് ഇത് എച്ച് ഓഫ് എസിന്റെ എച്ച് ഓഫ് മൈനസ് എസ് കിട്ടി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് പകരം. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 1/1 + ω/2n ഇത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ് എച്ച് ഓഫ് മൈനസ് എസ് ഇസ് ഈക്വൽ ടു 1/1 + ഒമേഗക്ക് പകരം നമുക്ക് എസ് ബൈ ജെ എന്ന് കൊടുക്കാം. സോ എസ് ബൈ ജെ ഓൾ റേസ് ടു 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 1/1 + 1/j എന്ന് പറയുമ്പോൾ ഓക്കെ 1/j ഈ 1/jനെ അതുപോലെ തന്നെ എസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2n കൊടുക്കാം. സോ 1/j ഓൾ റേസ് ടു 2n എന്ന് പറയുമ്പോൾ 1/j ഓൾ സ്ക്വയർ ഇൻറ്റു 2n. സോ 1/j എന്ന് പറഞ്ഞാൽ 1/j അതിന്റെ സ്ക്വയർ 1/j ഇൻറ്റു 1/j. സോ ജെ ഇൻറ്റു ജെ പറഞ്ഞാൽ റൂട്ട് -1 ആണ്. സോ ജെ ഇൻറ്റു ജെ എന്ന് പറയുമ്പോൾ -1 വരും. സോ -1 ഓൾ റേസ് ടു n കിട്ടും. അതായത് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 1/jനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. സോ ഇവിടെ ഈ n കൂടി ഉണ്ടാകുമ്പോൾ -1 ഓൾ റേസ് ടു n കിട്ടും. ദെൻ എസിനെ സ്പ്ലിറ്റ് ചെയ്യുക s ടു n കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1/1 + ഈ എന്നിനാണ്ട് പുറത്തെടുത്താൽ നമുക്ക് -1 ഇൻറ്റു പറഞ്ഞാൽ -s അല്ലേ. സോ -s2n എടുത്തു. ഓക്കെ, എസിന് മാത്രം സ്ക്വയർ എടുത്തിട്ട് n രണ്ട് കോമൺ ആയിട്ട് പുറത്തെടുത്തു. -n⁻² എന്ന് പറഞ്ഞാലും -s² എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. കാരണം -1നാണ് നമ്മൾ എന്ത് ചെയ്യുക വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓഡ് വാല്യൂ ആണെങ്കിൽ -1 തന്നെ വരും, -s ആയിട്ട് വരും. ഈവൻ വാല്യൂ ആണെങ്കിൽ പ്ലസ് ആയിട്ട് വരും. അങ്ങനെ the above relation tells us that this function has poles in the left half of the s plane LHS LHP as well as in the right half of s plane because of the presence of two factors h of s and h of minus s. h of s എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും h of minus s എന്ന് പറയുമ്പോൾ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. യൂണിറ്റ് സർക്കിളിന്റെ ഈ എസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ s is equal to ഒമേഗ സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നുള്ള രീതിയിലാണ് നമ്മൾ എസിനെ റെപ്രസെന്റ് ചെയ്യുക. എസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. അപ്പോൾ ഈ എസ് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഈ എസിന്റെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് സർക്കിളിന്റെ റൈറ്റ് സൈഡാണ് വരുന്നത്. സോ എച്ച് ഓഫ് എസും എച്ച് ഓഫ് മൈനസ് എസും ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് ഹാഫ് സൈഡിലും ഹാഫ് പ്ലെയിനിലും അതുപോലെ തന്നെ റൈറ്റ് ഹാഫ് പ്ലെയിനിലും ഇവിടെ എന്തുണ്ട് റൂട്ട്സ് ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ പോൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, because of h of s and h of minus s. If h of s has roots in the left half plane, then h of minus has the corresponding roots in the right half plane. അതായത് h of s-ന് ലെഫ്റ്റ് സൈഡിലാണ് റൂട്ട്സ് ഉള്ളതെങ്കിൽ h of minus s-ന് റൈറ്റ് സൈഡിലാണ് റൂട്ട്സ് ഉള്ളവ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷനിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വി ക്യാൻ ഒബ്ടൈൻ ദീസ് റൂട്ട്സ് ബൈ ഇക്വേറ്റിംഗ് ദ ഡിനോമിനേറ്റർ ടു 0. ഇനി ഈ ലെഫ്റ്റിലുള്ളതും റൈറ്റിലുള്ളതും റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലത്തെ ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഈ വാല്യൂ എടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും കുഴപ്പമില്ല, ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. സോ ഐ ടേക്ക് 1 + -s² = 0 എടുത്തു. ഓക്കെ, ഇനി രണ്ട് കേസ് വരുന്നുണ്ട്, n ഓടും അതുപോലെ തന്നെ n ഈവണും. ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് ഇതിന്റെ റൂട്ട്സ് എടുക്കാം. സോ n ഓടും n ഈവണും വരുന്നുണ്ട്. സോ when n = odd, n ഓട് വരുമ്പോൾ എങ്ങനെ കിട്ടാം? ഇറ്റ് ഈസ് ഈക്വൽ ടു n ഓട് വരുമ്പോൾ ഇവിടെ -1 തന്നെ ഉണ്ടാവും. സോ ഇവിടെ 1 മൈനസ് എന്ന് വരും. 1 മൈനസ് ഈ ഒരു ഇതിലോട്ട് ഇട്ടുകൊടുത്താൽ വേഗം മനസ്സിലാക്കാൻ വേണ്ടി n ഓടായതുകൊണ്ട് -1, സോ -2n വരും. അപ്പോൾ അതിനപ്പുറത്തേക്ക് എടുക്കാം, 0ന്റെ അപ്പുറത്ത് നോക്കുമ്പോൾ s2n = 1 കിട്ടി. s2n = 1 which is equal to e raised to 2πk. ഓക്കെ, this is equal to e raised to j 2 ഉണ്ടായതുകൊണ്ട് 2πk. ഈ 1 എന്ന് പറയുമ്പോൾ e raised to 2πk എന്ന് കിട്ടും.
ഓക്കെ 1 ആണല്ലോ ആൻസർ കിട്ടുന്നത്. സോ ഇ റേസ് ടു ജെ 2πk. ഇനി ഇതിനെ നമുക്ക് അപ്പോൾ റൂട്ട്സ് എങ്ങനെ ഫൗണ്ട് ചെയ്യുക? സോ എസ് കെ S2n, ഈ 2n നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഈ 2n എടുക്കുമ്പോൾ 2n ഇങ്ങോട്ട് വരും. സോ ഇവിടെ എന്തായി 2πk/2n, ഈ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇ റേസ് ജെ πk/n കിട്ടും. സോ റൂട്ട് എസ് കെ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് വെൻ n ഈക്വൽ ടു ഓഡ്. എസ് കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ πk/n കിട്ടും. ഇ റേസ് ടു ജെ πk/n, where k takes values 1 to 2 etc. to n. Then n ഈക്വൽ ടു ഓഡ്, n ഓഡ് ആവുന്ന n ഈക്വൽ ടു ഈവൺ ആവുന്ന കേസിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈവൺ ആയിട്ട് കൺസിഡർ ചെയ്യും. n ഈവൺ ആവുമ്പോൾ 2, 3, 4 എന്നൊക്കെ ആവുമ്പോൾ ഈ മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറും. സോ എസ് റേസ് 1 പ്ലസ് S2n ഇസ് ഈക്വൽ ടു 1 ആവും. സോ S2n ഇസ് ഈക്വൽ ടു -1 കിട്ടും. എസ് റേസ് ടു 2n ഇസ് ഈക്വൽ ടു -1 കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു -1 ആവുമ്പോൾ ഇ റേസ് ടു ജെ മൈനസ് വരണ്ടേ? 2k വരുമ്പോൾ നമുക്ക് പ്ലസ് ആയി കിട്ടുക. ഇ റേസ് മൈനസ് വരണമെങ്കിൽ ഇ റേസ് ടു ജെ 2k - 1 പൈ എന്നാണ് വരിക. ഇ റേസ് ടു ജെ 2k - 1 പൈ എന്നാണ് വരിക. ഇതിനെ എസ് 2n ഇവിടെ താഴോട്ട് എടുത്താൽ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. സോ ഇ റേസ് ജെ 2k - 1 π/2n വരും. സോ എസ് കെ ഇക്വൽ ടു ഇ റേസ് ടു ജെ 2k - 1 π/2n വരും. വേർ k ഈക്വൽ ടു 0 എക്സെട്ര 2, 3 എക്സെട്ര 2n. ഓക്കെ, so these are the equation to find roots when n equal to odd. S is equal to e raised to j πk/n and n equal to even, sk is equal to e raised to j 2k - 1 π/2n. നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.